നമസ്കാരം. പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അവിസ്മരണീയമായ ഒരു നാടാണ് ചുള്ളിയോട്. ചുള്ളിയോട് നിന്നുമാണ് പടക്കളവുമായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഞാൻ എത്തുന്നത്. കഴിഞ്ഞ പടക്കളങ്ങളൊക്കെ വലിയ തോതിൽ പ്രേക്ഷകർ വലിയ നിലയ്ക്ക് സ്വീകരിച്ചതിലുള്ള മികച്ച അഭിപ്രായങ്ങൾ പങ്കുവച്ചതിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ നമുക്ക് പുതിയ പതിപ്പിലേക്ക് കടക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ആവേശം, ജനകീയ വിഷയങ്ങൾ എല്ലാം ഇവിടെ മാറ്റുരയ്ക്കുകയാണ്. പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പടക്കളത്തിൽ നമ്മൾക്കൊപ്പം ചുള്ളിയോട് നിന്നും ചേരുന്നത് LDF-നെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് K. അനിൽകുമാർ, അതുപോലെ UDF-നെ പ്രതിനിധീകരിച്ച് P. മുഹമ്മദ് ഷമ്മാസ്, UDF-നെ പ്രതിനിധീകരിച്ച് മുഹമ്മദ് ഷമ്മാസ്, രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ നമ്മൾക്കൊപ്പം ചേരുന്നു. ചുള്ളിയോട് പൗരാവലിയെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഷമ്മാസ്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രചരണം ആവേശകരമായ ഒരു അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വരാൻ പോകുന്ന ഒരു ഘട്ടം, മുഖ്യമന്ത്രിയും പ്രിയങ്കാ ഗാന്ധിയും ഒക്കെ വരുന്നൊരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു നിലപാട്, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ വെൽഫെയർ പാർട്ടി, അവരുടെ വർഗീയ മുഖവും നിലപാടുമെല്ലാം മാറിക്കഴിഞ്ഞു. അത് മാറിയതുകൊണ്ടാണ് ആ സഹകരണം എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വലിയ ചർച്ചയാകുന്നുണ്ട്. മുസ്ലിം സംഘടനകൾ തന്നെ, ജഫ്രി മുത്തുക്കോയ തങ്ങളാകട്ടെ, കാന്തപുരം വിഭാഗമാകട്ടെ, മുജാഹിദ് വിഭാഗമാകട്ടെ, എല്ലാവരും അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അത് ശരിയായ നിലപാടല്ല എന്ന് വിമർശിക്കുന്നു. മറുഭാഗത്ത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ആ മതേതര മൂല്യം കോൺഗ്രസ് കൈയൊഴിയുന്നു എന്ന വിമർശനം അവരും മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ വളരെ സവിശേഷമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന നിലയ്ക്ക് ആ പ്രതികരണങ്ങൾ നിൽക്കുകയാണ്. വളരെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ നടക്കുമ്പോൾ ഒരു പക്ഷേ താങ്കൾ ഈ ചർച്ചയുടെ ഭാഗമായി ആദ്യം ഉയർത്തിയ ചോദ്യം തന്നെ വളരെ ആശങ്കപ്പെടുന്നൊരു ചോദ്യമാണ്. കാരണം എന്താണോ നമ്മുടെ നാട്ടിൽ ആഗ്രഹിക്കാത്തത്, നമ്മുടെ നാട്ടിൽ നടക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ലാത്തത് നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ രീതിയിലേക്ക് ഏറെ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാകുന്ന ഒരുപാട് വികസന കാര്യങ്ങളും രാഷ്ട്രീയ നിലപാടുകളും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളും എല്ലാം ചർച്ചയാവുകയും അതനുസരിച്ച് വിശകലനം ചെയ്യപ്പെടുകയും തീരുമാനങ്ങൾ എടുക്കുകയും ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ, ഒരു സുപ്രധാനമായ ആ തെരഞ്ഞെടുപ്പ് എങ്ങനെ ഉണ്ടായി എന്നതിൻ്റെ മറ്റ് വശങ്ങളിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനകത്ത് താങ്കൾ ഇവിടെ ഈ ചോദ്യം ഉയർത്തുന്നതിന് ആധാരമായ രീതിയിലേക്ക് തന്നെ ഏത് നിലപാടിനെയും ഏത് അഭിപ്രായത്തെയും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മതത്തിൻ്റെയും ഈ പറഞ്ഞ വേർതിരിവിൻ്റെയും അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ബോധപൂർവം ഒരു അജണ്ട ഈ തെരഞ്ഞെടുപ്പിലും CPM ഉയർത്തിവിടുകയാണ്. അല്ലാതെ ഒരു തരത്തിലും നിലമ്പൂരിൽ ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇവരിപ്പോൾ വലിയ ചരിത്രമൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വെൽഫെയർ പാർട്ടി ആഗോള തീവ്രവാദ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് UDF തീവ്രവാദികളോടൊപ്പം ചേർന്നൊക്കെ പറഞ്ഞ് CPM നേതാക്കന്മാർ ഒരു തരത്തിലുള്ള വ്യത്യാസമില്ലാതെ തല മുതൽ താഴെത്തട്ട് വരെയുള്ള മുഴുവൻ നേതാക്കളും അതിനെ ഏറ്റെടുത്ത് ഒരു വശത്ത് മത സംഘടനാ നേതാക്കളെ കൊണ്ട് അതിലുള്ള അവരുടെ അഭിപ്രായത്തെ അടർത്തിയെടുത്ത് എങ്ങനെയും ഈ വിഷയത്തിൽ രാഷ്ട്രീയ വിഷയങ്ങളും വികസന വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് മതവും മതപരമായ വേർതിരിവും അഭിപ്രായ വ്യത്യാസങ്ങളും തമ്മിൽ തർക്കങ്ങളും ഉണ്ടാക്കി ബോധപൂർവം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ടയെ തന്നെ മാറ്റി നിർത്തണമെന്ന CPM-ൻ്റെ ആസൂത്രിതമായ ശ്രമങ്ങൾ മാത്രമാണ് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഉയർന്നു വന്നത്. അല്ലാതെ ഒരു തരത്തിലും നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയവും ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും താങ്കൾ ഈ സൂചിപ്പിച്ച വെൽഫെയർ പാർട്ടിയുടെ നിലപാടോ മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടില്ല. അക്കാര്യത്തിലൊക്കെ വളരെ ക്ലാരിറ്റിയോടുകൂടി നിലപാട് UDF-ൻ്റെ നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. ഞാൻ അനിൽകുമാറിലേക്കാണ് വരുന്നത്. അതിന് മുമ്പ് ഷമ്മാസ് പറഞ്ഞതിൽ ഒരു മാധ്യമ വിമർശനം ഞങ്ങളെ സംബന്ധിച്ചുള്ളതുകൊണ്ട് ഇതെല്ലാ ദിവസവും പ്രേക്ഷകരിലേക്ക് എത്തുന്ന ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയാണ്. അതാത് ദിവസങ്ങളിൽ അതാത് സമയങ്ങളിൽ ഉയർന്നു വരുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ, വാർത്തയിലെ വളരെ ഗൗരവത്തോടെ നിൽക്കുന്ന വിഷയങ്ങളും കൂടി ചർച്ചയ്ക്ക് വിധേയമാക്കാറുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള വാർത്ത എന്നുള്ളത് ഇതായതുകൊണ്ടാണ് സ്വാഭാവികമായും മറ്റു വിഷയങ്ങൾ, വികസനം നിങ്ങൾക്ക് ഉന്നയിക്കാം. വളരെ സ്വതന്ത്രമായ ചർച്ചയാണ്, ആർക്കും അഭിപ്രായങ്ങൾ പറയാം, രാഷ്ട്രീയ വിഷയങ്ങളെയും വികസനത്തെയൊക്കെ കൊണ്ടുവരാം. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നൊരു വിഷയത്തെ ഈ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. അത് പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് കേരളത്തിന് മുമ്പിൽ നിലമ്പൂരിനുമപ്പുറം നിൽക്കുന്നു എന്നതുകൊണ്ടാണ്. ഞാൻ ശ്രീ അനിൽകുമാറിലേക്ക് വരുമ്പോൾ, പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെയോ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നതിനെ സ്വാഗതം ചെയ്യുന്നതിനും അപ്പുറം അവരുടെ ആ വർഗീയ
പശ്ചാത്തലം തന്നെ ഇല്ലാതായിരിക്കുന്നു, മുക്തമായിരിക്കുന്നു എന്നൊരു നിലപാട് ആ സംഘടനയ്ക്ക് വേണ്ടി അവതരിപ്പിച്ചു. അതാണിപ്പോൾ വലിയ ചർച്ചയായിട്ടുള്ളത്. അതിപ്പോൾ ഷമാസ് ആവട്ടെ, അത് CPIM-ൻ്റെ വളരെ ആസൂത്രിതമായ ശ്രമങ്ങളിലൂടെ മതസംഘടനകൾ പറയുന്നതിനെ നിങ്ങൾ അടർത്തിയെടുത്ത് ഉപയോഗിക്കുന്നു എന്ന നിലയിലാണ് പറഞ്ഞത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, വാർത്തകളിൽ വന്നിട്ടുള്ളത് മുസ്ലിം മതസംഘടനകൾ, കത്തോലിക്ക കോൺഗ്രസ് അടക്കം മുമ്പേ പറഞ്ഞതുപോലെ എല്ലാവരും പ്രതിപക്ഷ നേതാവിൻ്റെ ആ ഒരു നിലപാടിനെ നിരാകരിച്ചിട്ടുണ്ട്. വലിയ വിമർശനം അതുമായി ബന്ധപ്പെട്ട് ചർച്ചയായി ഉയരുന്നു. ഇത് CPM സൃഷ്ടിയാണോ? 1941 ഇന്ത്യ രാജ്യത്ത് മദൂദിയുടെ നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായത്. ഈ രാജ്യം വിഭജിക്കപ്പെട്ടുവെന്നും അവശേഷിക്കുന്ന ഇന്ത്യ രാജ്യത്തെ ജനങ്ങളിൽപ്പെട്ട മുസ്ലിം ജനങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നും ഇത് ഹിന്ദുക്കളുടെ രാജ്യമായി മാറിയെന്നുമാണ് അന്നത്തെ RSS പറഞ്ഞത്. അതിനെ ശരിവെച്ചുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന മുസ്ലിം രാജ്യത്തേക്കാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഇന്ത്യ വിട്ടുപോയ ഇന്ത്യക്കാരനാണ് ശ്രീ മദൂദി. അവിടെ അദ്ദേഹം ചെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്താണ് ചെയ്തത്? ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനിൽ നടത്തിയ ക്രൂരമായ വംശഹത്യ, ആ വംശഹത്യയെ തുടർന്ന് അവിടെ ഒരു അന്വേഷണ കമ്മീഷൻ വന്നു. ആ അന്വേഷണ കമ്മീഷൻ മുന്നിൽ മദൂദിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, കമ്മീഷൻ ചോദിക്കുന്നു, മതന്യൂനപക്ഷങ്ങളായ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട അഹമ്മദിയ വിഭാഗങ്ങളോട് ക്രൂരമായ വംശഹത്യ നടത്തിയ നിങ്ങൾ ഇതേ രീതിയിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് അവിടുത്തെ ഭൂരിപക്ഷ മതക്കാർ പെരുമാറിയാൽ എങ്ങനെയാണ് അതിനെ എതിർക്കുന്നത്? അതിന് ബഹുമാനപ്പെട്ട അന്നത്തെ ഈ ശ്രീ മദൂദി പറഞ്ഞ മറുപടി എന്താണ്? ഇന്ത്യ രാജ്യത്തെ RSS, ഇവിടുത്തെ ഹിന്ദുത്വ രാഷ്ട്രീയം ഇവിടുത്തെ മുസ്ലിങ്ങളോട് രണ്ടാം തരം പൗരന്മാർ എന്ന നിലയ്ക്ക് പെരുമാറുന്നതിന് ഒരു തെറ്റുമില്ല, അത് അർഹിക്കുന്നതാണ്. അതുകൊണ്ട് ഇസ്ലാം മതത്തിൻ്റെ ശത്രുവാണ്, ഇന്ത്യൻ ഇസ്ലാമിൻ്റെ ശത്രുവാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പാകിസ്ഥാനിൽ നടന്ന ജമാഅത്തെ ഇസ്ലാം നടത്തിയ വംശഹത്യയുടെ അതുമായി ബന്ധപ്പെട്ട കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ 415-ാമത്തെ പേജിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഞാനീ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തത്, നമ്മുടെ നാട്ടിൽ മാധ്യമ പത്രമുണ്ട്. മാധ്യമ പത്രത്തിൽ ഒരു ദിവസം തലക്കെട്ട് നമ്മൾ കണ്ടു, വിസ്മയമായി താലിബാൻ. താലിബാൻ എങ്ങനെയാണ് വിസ്മയമാകുന്നത്? അഫ്ഗാനിസ്ഥാൻ പോലുള്ള ഒരു രാജ്യത്ത് ഏറ്റവും നല്ല നിലയ്ക്ക് ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളടക്കം പെൺകുട്ടികളടക്കം സർവകലാശാലകൾ പഠിച്ച് ലോകവിസ്മയമായി മാറിയ പുതിയ യൗവനത്തെ, പുതിയ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്ന അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം നടത്തി അവിടുത്തെ സർവകലാശാലകൾ പഠിച്ച പെൺകുട്ടികൾക്ക് പഠിക്കാൻ അവകാശമില്ലാതെ സർട്ടിഫിക്കറ്റുകൾ കത്തിച്ചാമ്പലാക്കുന്ന ഒരു താലിബാനിസം. ആ താലിബാനെക്കുറിച്ച് മാധ്യമ പത്രം പറയുകയാണ്, വിസ്മയമായി താലിബാൻ. മൂന്നാമത്തത്, സമീപകാലത്താണ് ബംഗ്ലാദേശിൽ ഒരു സംഭവം ഉണ്ടായത്. ഖാലിദ സിയ ഇന്ത്യയിലേക്ക് പോന്നു, അവിടെ അമ്പലം തകർത്തു. ഇന്ത്യ രാജ്യത്ത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ആ തകർത്തതിനെതിരായിട്ട് ഏറ്റവും ഏറെ പോരാടിയൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞങ്ങൾ അന്ന് നരസിംഹറാവുവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് പാർലമെൻറ്റിൽ 35 അംഗങ്ങളുണ്ട്, ഇന്ന് ഞങ്ങൾക്ക് 4 ഉള്ളൂ, അന്ന് 35. ഈ 35 ആളുകളും നിങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കും, ബാബർ മസ്ജിദ് പൊളിക്കരുത്. ഇതായിരുന്നു ഞങ്ങളുടെ വാദം. അവിടെ എന്താ സംഭവിച്ചത്? ആ ബാബർ മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട തുറന്നുള്ള ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും നോക്കൂ, ഇന്ത്യ രാജ്യത്തെ മതനിരപേക്ഷ ശക്തികൾ ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരടക്കം ബാബർ മസ്ജിദ് പൊളിക്കുന്നതിനെതിരായി നിന്നു. പക്ഷേ ബംഗ്ലാദേശിൽ അമ്പലം പൊളിക്കുകയും അവിടുത്തെ ഹിന്ദു സന്യാസിയെ കൊല്ലുകയും ചെയ്തപ്പോൾ RSSന് ന്യായീകരിക്കാൻ ജമാഅത്തെ ഇസ്ലാമി അവസരം കൊടുത്തു. നാലാമത്, ഇന്ത്യ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് നിലയ്ക്ക് മാത്രമല്ല, കാശ്മീർ എന്ന് പറയുന്നത് മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനമാണ്. അങ്ങനൊരു സംസ്ഥാനം ഇന്ത്യയിൽ വേണ്ട, പ്രത്യേക പദവി വേണ്ട എന്ന് പറഞ്ഞ് കാശ്മീരിനെ ഇല്ലാതാക്കുന്നു. അതിനെതിരായി പോരടിച്ച ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമാണ് മുഹമ്മദ് യൂസഫ് തരിഗാമി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. അദ്ദേഹം നിയമസഭയിൽ എത്താതിരിക്കാൻ നിരോധിക്കപ്പെട്ട സംഘടനയായ ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവ് വേറൊരു വേഷത്തിൽ വന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ മത്സരിക്കുന്നു. BJP അവിടെ RSS ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്തുണ കൊടുക്കുന്നു ജമ്മു കാശ്മീരിൽ. ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് നമ്മുടെ നാട്ടിൽ അവരുടെ മതരാഷ്ട്രവാദമില്ലാതെയായി എന്ന് VD സതീശൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അങ്ങനെ കമ്മട്ടമുണ്ടാക്കുന്ന VD സതീശൻ്റെ രാഷ്ട്രീയം RSSനെ ഇവിടെ ശക്തിപ്പെടുത്തുന്ന രാഷ്ട്രീയമാണ് എന്നാണ് CPMൻ്റെ നിലപാട്. അതൊരു തെരഞ്ഞെടുപ്പിന് വേണ്ടി പറഞ്ഞതല്ല, കേരളത്തിൻ്റെ മതരാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന RSSനെതിരായ ഞങ്ങളുടെ പോരാട്ടത്തിൻ്റെ ബോധ്യമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്.
ശരി, നിങ്ങളുടെ കൂടി അഭിപ്രായം എടുത്തുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്നാണ് തുടങ്ങിയത്. രണ്ടു ഭാഗവും നമ്മൾ കേട്ടു. നിങ്ങളുടെ കൂടി അഭിപ്രായങ്ങളോ ചോദ്യങ്ങളോ ആയിട്ട് മുന്നോട്ട് പോകാം. ഇവിടെ ഈ പറഞ്ഞ ആൾക്കാർക്ക് നിങ്ങൾ പറഞ്ഞ ഒന്നും മനസ്സിലായിട്ടില്ല. അതിൻ്റെ ഫാക്റ്റ് അതാ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നാടിൻ്റെ വികസനവും കഴിഞ്ഞ 9 വർഷം നിങ്ങളുടെ MLA നിങ്ങളുടെ ഒപ്പം ഇരുന്നു കൊണ്ട് ഈ നാടിന് വേണ്ടി എന്തു ചെയ്തു? എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ അവസരം കൊടുത്തില്ല? ഇവിടെ പൂക്കോട്ടുംപാടത്തൊരു ഗവൺമെൻറ് കോളേജ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രവാസികൾ സംഘടിപ്പിച്ച് അതിന് സ്ഥലം വാങ്ങുന്നതിന് ബഹുമാനായ പ്രവാസിയായ മുഹമ്മദ് അലി സാഹിബുമായി സംസാരിച്ച് 5 ഏക്കർ സ്ഥലം ഗവൺമെൻറ് അനുവദിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ച ആ കോളേജ് ഇന്നും എവിടെയാണ് മിസ്റ്റർ അനിൽ? നിങ്ങൾ ഇതൊക്കെ മറുപടി പറയൂ. ചോദ്യം നിങ്ങൾ ഇതിനെ രണ്ടായിട്ട് ഞാനൊന്ന് എടുക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഇത് മനസ്സിലായില്ല എന്നുള്ളത് വേറെ കാര്യം, മനസ്സിലാകാത്തതുകൊണ്ട് അത് താങ്കളുടെ കൂടി ഉത്തരവാദിത്തമാണ് അതിന് മറുപടി പറയേണ്ടത്. ഞാൻ അതിലേക്ക് വരാം. വികസനം നമുക്ക് അടുത്തത് എടുക്കുകയും ചെയ്യാം. ഇത് മനസ്സിലാകാത്തതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഈ മോശംപ്പെട്ട രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. ലോകത്തിൻ്റെ മാറ്റം മനസ്സിലാക്കണം. ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന, ആഗോളതലത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഭീകരവാദമുണ്ട്. എന്താ നടക്കുന്നത്? നിങ്ങളൊരു പ്രവാസിയുടെ കാര്യം പറഞ്ഞു. നിങ്ങളൊരു പ്രവാസിയായിട്ട് ഒരു രാജ്യത്ത് ചെന്നാൽ മുസ്ലിം ഇവിടെ കയറരുത്, കറുത്തവൻ ഇവിടെ കയറരുത്, തൊഴിലാളി ഇവിടെ കയറരുത്, ഇന്ത്യക്കാരൻ ഇവിടെ കയറരുത്. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പൗരനെ, മുസ്ലിമും ഹിന്ദുവായ പൗരനെ കയ്യിൽ വിലങ്ങ് വെച്ച് അഹമ്മദാബാദിലെ വിമാനത്താവളത്തിൽ അമേരിക്കയുടെ ട്രംപ് കൊണ്ട് കെട്ടിയിറക്കിയത് നിങ്ങൾ കണ്ട? എന്തുകൊണ്ട് കണ്ടു? ഇത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതിന് കാരണം അത് വംശീയതയാണ്. ഈ വംശീയത ഉൽപ്പാദിപ്പിക്കുന്ന ട്രംപ് മുതൽ മോദി വരെ, ആ ട്രംപിനും മോദിക്കുമൊപ്പമാണ് ജമാഅത്തെ ഇസ്ലാമി നിൽക്കുന്നത്. ആ ജമാഅത്തെ ഇസ്ലാമിക്ക് വിശുദ്ധ പദവി കൊടുക്കുന്ന ഒരു കമ്മട്ടം ഉണ്ടാക്കാൻ VD സതീശൻ തയ്യാറാകുന്നതാണ് പിശക്. വെൽഫെയർ പാർട്ടി വർഗീയ പാർട്ടി അല്ല എന്നൊരു അഭിപ്രായം ഉണ്ടോ? അവർ വോട്ട് വേണ്ടെന്ന് പരസ്യമായിട്ട് പറയൂ. അല്ല, അത് അവർ സഹകരണത്തിലാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു. മറുപടി തരാം. അല്ല, ഞാൻ ഒന്നുകൂടി ചോദിക്കാം. അതുപോലെ കുറച്ചു കാലം മുമ്പ് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ വ്യാജ സിദ്ധന്മാരുടെ ഒരു വിളയാട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുറേ വ്യാജ സിദ്ധന്മാരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്തു. അന്നേരം ബഹുമാനപ്പെട്ട UDFൻ്റെ സ്ഥാനാർത്ഥി, ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പറഞ്ഞത്, ചെറു മത്സ്യങ്ങളെ പിടിച്ചാൽ പോരാ, വമ്പൻ സ്രാവുകളുണ്ട് ഇവിടെ, അവർ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ പിണറായിൻ്റെ പോലീസിന് തൻ്റെ ഇടമുണ്ടോയെന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിന് ഉദാഹരണം അദ്ദേഹം പറഞ്ഞത്, പാണക്കാട് വ്യാജ ചികിത്സ നടക്കുന്നു, പാണക്കാട് കുടുംബവും വ്യാജ സിദ്ധന്മാരാണ്, അതുകൊണ്ട് അത്തരം ആളുകളെയും കൂടെ, അത് പേരെടുത്ത് തന്നെയാണ്, അതായത് പാണക്കാട് കുടുംബത്തിൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി പറഞ്ഞത്. അപ്പോൾ UDF ഇനി അധികാരത്തിൽ വന്നാൽ അത്തരം സ്രാവുകളെ അറസ്റ്റ് ചെയ്ത് പാണക്കാട് കയറി അവരെ അറസ്റ്റ് ചെയ്ത് വ്യാജ സിദ്ധന്മാരെ ജയിലിൽ അടക്കാൻ തയ്യാറാവൂ? ശരി ഷമസ്, 2 കാര്യങ്ങൾ ഈ വിഷയത്തിൽ. ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെ ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കാര്യം വിശദീകരിച്ചുവെന്ന് ശരത്ത് ഇവിടെ പറഞ്ഞു. അതുതന്നെയാണ് വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ നിലവിലുള്ള രാഷ്ട്രീയ നിലപാടിനെ എങ്ങനെയാണ് UDF നോക്കിക്കാണുന്നത് സംബന്ധിച്ച് കൃത്യമായി UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. അതിന് തിരിച്ചെനിക്ക് ബഹുമാനപ്പെട്ട CPMൻ്റെ പ്രതിനിധിയോട് ഉൾപ്പെടെ ചോദിക്കാനുള്ളൊരു അതിന് ഉത്തരമായിട്ട് നിങ്ങൾ എടുക്കേണ്ട, ഒരു മറുചോദ്യം എന്നുള്ള നിലക്ക് അതിനെ എടുത്താലും അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്താണ്? ഈ പറയപ്പെട്ട വെൽഫെയർ പാർട്ടി ഒരു തീവ്രവാദ സംഘടനയ്ക്ക് തുല്യമാണ്. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു ഭീകരവാദ സംഘടനയാണ്. 41 മുതലുള്ള കണക്കും അദ്ദേഹം പറയുണ്ടായി. എന്ന് മുതലാണ് CPMനെ സംബന്ധിച്ച് അത്തരമൊരു തിരിച്ചറിവ് ഉണ്ടായതെന്നൊരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഷമാസ്, ഇന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങളും പറഞ്ഞത് 41 മുതലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നടപടികളിൽ അവരുടെ ദർശനത്തിലോ കാഴ്ചപ്പാടിലോ ഒരു മാറ്റവും വന്നിട്ടില്ല. മാത്രമല്ല മുസ്ലിം മതാചാരത്തിന്റെ ഭൂരിപക്ഷത്തിന് വിരുദ്ധവുമാണെന്നാണ് മുത്തുക്കോയ തങ്ങൾ. അല്ല, ഞാൻ പൊതുസമൂഹത്തിലെ ഡിബേറ്റാണ്. അല്ല, ഞാൻ പറയുന്നത് തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഈ രാഷ്ട്രീയ പിന്തുണയെ ബന്ധപ്പെട്ട വിഷയത്തിലുള്ള പ്രതികരണം വളരെ വ്യക്തമായി ഞാൻ കേട്ടിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് എന്താണ് അഭിപ്രായമുള്ളത് എന്ന് സംബന്ധിച്ചും അത് നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ VD സതീശൻ ഞങ്ങളെ ആ പാർട്ടി പിന്തുണയ്ക്കുന്നു എന്ന് പറയാം, പക്ഷേ അദ്ദേഹം അതും കടന്ന് അവർ വർഗീയ പാർട്ടിയല്ല എന്ന് പറഞ്ഞൊരു പൊസിഷൻ എടുത്തത് കോൺഗ്രസിനകത്തും ലീഗ് നേതാക്കളിലും അതിര് കടന്നുപോയി. ഇന്ന് ഒരു നിമിഷം KC വേണുഗോപാലിനോട് ഈ ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് പിന്തുണ സ്വീകരിക്കാം, പക്ഷേ അതിനപ്പുറത്തേക്ക് ആ പാർട്ടിയുടെ, ആ സംഘടനയുടെ വർഗീയ സ്വഭാവമൊക്കെ പോയി എന്ന് വിലയിരുത്തുന്നത് ഉചിതമായ നടപടിയായി കാണുന്നില്ല എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. ദേശീയ തലത്തിൽ കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ? രാഹുൽ ഗാന്ധി മുസ്ലിം ബ്രദർഹുഡിനെ ഈ ജമാഅത്തെ ഇസ്ലാമി പ്രചരിപ്പിക്കുന്നതിനെതിരായ നിലപാടെടുത്തിട്ടില്ല.
പറഞ്ഞിട്ടില്ലേ RSSന് സമമാണത് എന്ന് പറഞ്ഞിട്ടില്ലേ? ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടി വരില്ലേ, പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പ് വരും? ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളത്, CPM-നെ സംബന്ധിച്ച് ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു നിലപാട് അവർ സ്വീകരിച്ചത്? ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും ഏതൊക്കെ ഘട്ടത്തിൽ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടോ അപ്പോഴല്ലാതെ ഇന്ന് ഈ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ഉൾപ്പെടെ വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ആവുന്നതിന് മുമ്പ് ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ പൂർണ്ണമായ പിന്തുണയും വോട്ടും വാങ്ങിയിട്ടുണ്ട് എന്ന് പരസ്യമായി കേരളത്തിലെ മാധ്യമങ്ങളോട് പറയുന്നത് ഞാനും നിങ്ങളും കേൾക്കുകയാണ്. യെസ്, അന്ന് ഇവർക്ക് ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാൻ തീവ്രവാദവും ആഗോള തീവ്രവാദ സംഗമവും ഈ പറഞ്ഞ 41 ചരിത്രവും അവർക്ക് ഓർമ്മയില്ല. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞത് എന്താണെന്ന് ഞാൻ വായിക്കാം. ഭരണഘടനയോട് കൂറില്ലാത്ത സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇത് ഉമ്മൻചാണ്ടി സർക്കാർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലമാണ്. ഭരണഘടനയോട് അവഗണന കാണിക്കുകയും ദേശീയ താല്പര്യത്തിൽ ചിന്തിക്കാൻ അനുയായികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാർ നിയമസഭയിൽ കൊടുത്ത സത്യവാങ്മൂലം. എന്താണ് ഇതിന് കാരണം? അവർ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്തത് കൊണ്ടാണ് വോട്ട് ചെയ്യാൻ പോകാതിരുന്നത്. പാർലമെൻറ്റിലേക്കോ നിയമസഭയിലേക്കോ പഞ്ചായത്തിലേക്കോ വോട്ട് ചെയ്യാൻ പോകാതിരുന്ന ജമാഅത്തെ ഇസ്ലാമി എപ്പോഴാണ് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്? ബാബറി മസ്ജിദ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബാബറി മസ്ജിദ് പൊളിക്കുന്ന വിഷയത്തിൽ സംഘപരിവാരത്തിന് സഹായകരമായ നിലപാട് സ്വീകരിച്ചു എന്ന കുറ്റപത്രമാണ് ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനെതിരെ പുലർത്തിയത്. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി പറയുകയാണ്, എന്താ പറഞ്ഞതെന്നറിയാമോ? തെറ്റു തിരുത്തണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും മതന്യൂനപക്ഷങ്ങൾക്കെതിരായ തെറ്റായ നിലപാടിൽ നിന്ന് കോൺഗ്രസ് പിന്മാറാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഒരു ഗതിയും പരഗതിയില്ലാതെ ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് അല്ലാത്ത ഒരു ബദലിന് വോട്ട് ചെയ്യുന്നു. അത് പരസ്യമായിട്ടൊരു വ്യക്തമാക്കി. അങ്ങനെ കോൺഗ്രസിനെ കൈവിട്ടൊരു ബദലിന് അവർ വോട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ വോട്ട് ചെയ്തപ്പോൾ ചർച്ചയില്ല, മുന്നണിയില്ല. ഈ കേരളത്തിനകത്ത് നിങ്ങൾ കോൺഗ്രസ് ലീഗ് BJP സഖ്യമുണ്ടാക്കി, വടകര ബേപ്പൂർ സഖ്യം. നിങ്ങൾ അതുപോലെ പലതരത്തിലുള്ള മുന്നണികളുണ്ടാക്കി. ഇപ്പോൾ ഇവിടെ തന്നെ ഈ നിലമ്പൂരുമായി ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ തന്നെയാണ് പട്ടാമ്പിയിൽ, തൊട്ടപ്പുറത്ത് പട്ടാമ്പിയിൽ 1960-ൽ EMS-നെതിരെ RSS-ഉം അതുപോലെ കോൺഗ്രസും സംയുക്ത സ്ഥാനാർത്ഥി ഉണ്ടാക്കിയത്. പാലക്കാട് 1971 തെരഞ്ഞെടുപ്പിൽ സംയുക്ത സ്ഥാനാർത്ഥി ഉണ്ടാക്കിയത് ജനസംഘവും അതുപോലെ കോൺഗ്രസും ഒരുമിച്ച് AKG-ക്കെതിരെ. അത്തരത്തിൽ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ വെൽഫെയർ പാർട്ടിയുമായി അങ്ങോട്ട് വോട്ട് കൊടുക്കാമെന്നോ തിരിച്ചു കിട്ടാമെന്നോ ഞങ്ങളൊരു സഖ്യത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ഈ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ മുന്നണിയും ഉണ്ടാക്കാത്തവരാണ് ഞങ്ങൾ. ശരി, ഷമ്മാസ് നേരത്തെ ആര്യാടൻ ഷൗക്കത്തുമായി ബന്ധപ്പെട്ട് കൂടി ഒരു വിഷയം ഉന്നയിച്ചു. വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു. ഈ പറഞ്ഞ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഈ പറഞ്ഞ ചില വ്യാജന്മാരും അങ്ങനെയുള്ള ചികിത്സാ രീതിയൊക്കെ പിന്തുടരുന്ന ആളുകളൊക്കെ പിടികൂടണമെന്ന അഭിപ്രായമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ച ചോദ്യത്തിൽ തന്നെ ചോദ്യത്തിൽ തന്നെ എനിക്ക് സന്തോഷകരമായ ഒരു കാര്യം കൂടിയുണ്ട്. അടുത്ത തവണ നിങ്ങളുടെ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ വരും. ഒരു തർക്കവും വേണ്ട, ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഈ നിലമ്പൂര് നിങ്ങളെ അത് ബോധ്യപ്പെടുത്തും. നിങ്ങളല്ല ഇപ്പോൾ ഭരിക്കുന്നത്. ഈ പറഞ്ഞ ആരോ പറയട്ടെ, UDF-ന്റെ സ്ഥാനാർത്ഥിയോ മറ്റേത് സ്ഥാനാർത്ഥിയോ ഏത് പൗരനോ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേ പിണറായി വിജയൻ മുട്ടടിക്കുന്നുണ്ടോ? ഈ പറഞ്ഞ പാലക്കാട് തങ്ങന്മാരെയോ അവരുടെ കുടുംബാംഗങ്ങളെ പിടിച്ച് സന്യാസിമാരെ പോലെ ജയിലിലടക്കാൻ നിങ്ങൾക്ക് എന്തേ? ഇന്ന് ഞാൻ വാക്ക് നൽകുന്നു. UDF സ്ഥാനാർത്ഥി അന്ന് പറഞ്ഞതുപോലെ അതേ പരാതി ഉന്നയിച്ച് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ നാളെ രാവിലെ തീരുമാനം അറിയും. നിങ്ങളൊരു പരാതി കൊടുത്താൽ നാളെ രാവിലെ തീരുമാനം ഉണ്ടാകും. അതിന് വാക്ക് തന്നിരിക്കുന്നു. കൈതാ അല്ല ഒരു കൈതാ പരാതി ഞങ്ങൾക്കില്ലല്ലോ. പരാതി ഉണ്ടെങ്കിൽ പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പരാതി കൊടുത്ത് കേസെടുക്കുന്നേ? അല്ലല്ല, നിങ്ങൾ അദ്ദേഹത്തിന് പരാതി എഴുതി കൊടുക്കാൻ നടപടി എടുക്കും. എന്തിന് വാക്ക് കൊടുക്കാൻ? ആര്യാടൻ ഷൗക്കത്തിന് അങ്ങനെ അഭിപ്രായം ഇല്ല. ആര്യാടൻ ഷൗക്കത്തിന് നിലവിൽ അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. നിലവിലില്ല. വളരെ കൃത്യമായി. ഇനി നിങ്ങൾക്ക്
ഇനി നിങ്ങൾക്ക് അതിനകത്ത് അനിൽകുമാർ clear ആയല്ലോ? അല്ല, clear അല്ല. നിങ്ങൾ ഈ ഇലക്ഷൻ തുടങ്ങിയ Clear അല്ല. സമയം മുതൽ Clear അല്ല. നിങ്ങൾ ഈ അദ്ദേഹത്തിന് election ബോധ്യപ്പെട്ടില്ല. തുടങ്ങിയിട്ട് എന്തുകൊണ്ടാണ് താങ്കൾക്ക് ബോധ്യപ്പെടാത്തത്? കോൺഗ്രസിന്റെ മെക്കിട്ട് കയറുന്നതിനേക്കാൾ നിങ്ങൾക്ക് നന്നായി അറിയാം. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് പാണക്കാട് ഇട്ട് കുത്തിയാൽ, പാണക്കാട് തങ്ങന്മാരുടെ മെക്കിട്ട് കയറിയാൽ കോൺഗ്രസ് അല്ല, അതിന് വഴിയൊരുക്കിയതാരാ ഷമാസ്? അല്ലല്ല. ഇതൊക്കെ അങ്ങ് ഞാൻ കൈ വെച്ചാൽ മതി. ബഹുമാനപ്പെട്ട ആര്യാടൻ മുഹമ്മദ് 35 കൊല്ലം MLA ആയിരുന്ന സ്ഥലമാണുള്ളത്. ആര്യാടൻ മുഹമ്മദ് 7 തവണ എങ്കിലും പാണക്കാട് തങ്ങൾ കുടുംബത്തിനെതിരെ പ്രസംഗിച്ച ഈ നിലമ്പൂരിലെ നിരവധിയായ വാർത്തകളും കട്ടിങ്ങുകളും ഞാൻ ഹാജരാക്കാം. അതുകൊണ്ട് അക്കാര്യത്തിൽ ലീഗിനെതിരായ ആര്യാടൻ കുടുംബത്തിൻ്റെ കടന്നാക്രമണം ഇപ്പോഴും തുടരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വരെ തൽക്കാലം ഇത് മാറ്റിവെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ദയനീയമാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട്. അനിൽകുമാറിനോടായിരിക്കും അല്ലേ? അല്ലേ? ആര്യാടൻ മുഹമ്മദിന് നിങ്ങൾ CPM പിന്തുണ നൽകിയിട്ടില്ല ഇവിടെ? അതെ, ഇല്ലേ? ശരിയാണ്. നൽകിയിട്ടില്ല. എന്തുകൊണ്ട് നൽകി? നിങ്ങൾക്ക് എന്തുകൊണ്ട് നൽകി? പറയ് അനിൽകുമാർ. പൊന്നാനിയിൽ തോറ്റ് ഗതികെട്ട് വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ അനുയായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ ജയിച്ചത്, CH ഹരിദാസ്. അദ്ദേഹം കരഞ്ഞു. അങ്ങനെ ചെറുപ്പക്കാരൻ പറയട്ടെ, അനിൽകുമാറിനോടാണ് ചോദ്യം. സഖാവ് കുഞ്ഞാലി വെടിയേറ്റ മണ്ണാണിത്. അവിടെ ആര്യാട കൊലയാളി എന്ന് കൊലയാളിയാണ്. ശരി, കൊലയാളിയാണ്. നിങ്ങൾക്ക് പറയാം, ഉത്തരം പറയാം. അതന്നെ ഞങ്ങൾ തല ഉയർത്തിയാണ് പറയണത്. പറയട്ടെ. പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഇവിടെ കയറി ഇങ്ങനെ വന്ന് കുടുംബത്തിൽ നിന്നല്ലാത്ത ഒരാൾ ജയിച്ചിവിടെയും നിലമ്പൂരുകാരെന്ന് ശ്വാസം വിട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ നിലവിളിക്കുന്നത് കണ്ടപ്പോൾ ആ പയ്യൻ, പാവപ്പെട്ട പയ്യൻ, ആ നിലമ്പൂരുകാരൻ, ആ പാവപ്പെട്ട പയ്യൻ രാജിവെച്ചപ്പോൾ പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോണത്? ആ സമയത്താണ് നിങ്ങൾ ആര്യാടനെ കുറിച്ച് ചോദിക്കുമ്പോ ആ സമയത്താണ് AK ആന്റണി എവിടെയായിരുന്നു? പറയട്ടെ. AK ആന്റണി ആർക്കൊപ്പമായിരുന്നു? ആ സമയത്താണ്. ഗ്രൂപ്പിന്റെ അന്നത്തെ നിലപാട് വന്ന രാഷ്ട്രീയ മാറ്റമില്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. ഞാൻ പറയട്ടെ. ആന്റണി അടക്കം ഇടതുപക്ഷവുമായി സഹകരിച്ചു. പറയട്ടെ. അന്നേരം കോൺഗ്രസിന്റെ പറയട്ടെ, രാഷ്ട്രീയ ചരിത്രം അങ്ങനെയുണ്ട്. അല്ല, ആ ഘട്ടത്തിൽ അടുത്ത വിഷയത്തിലേക്ക് പോകണം. ആ ഘട്ടത്തിൽ ഇവിടുത്തെ ഇന്നത്തെ MP മറുപടി പറയാൻ സമ്മതിക്കണം. പൂർത്തീകരിക്കട്ടെ. അത് നിങ്ങൾ ബഹളം വെച്ചാൽ മറുപടി ആവില്ല. ഇന്നത്തെ ഇവിടുത്തെ MP പ്രിയങ്ക ഗാന്ധിയുടെ അമ്മുമ്മ ഭാരതയക്ഷിയാണ് എന്ന് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞപ്പോൾ ആ ആര്യാടൻ മുഹമ്മദിനോടൊപ്പം നിന്ന് ഇന്ദിരാഗാന്ധിക്കെതിരായ പോരാട്ടത്തിൽ ഞങ്ങൾ നേതൃത്വം കൊടുത്തു. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന ഇന്ദിരാഗാന്ധി ഭാരതകക്ഷിയാണ്. ആ അടിയന്തരാവസ്ഥയുടെ വാർഷികം നടക്കാൻ പോകുന്ന ഈ ജൂൺ മാസം 26-ാം തീയതി സ്വരാജ് ഇവിടുത്തെ MLA ആയിരിക്കും. അടിയന്തരാവസ്ഥ പോരാട്ടത്തിന്റെ കരുത്താർന്ന MLA ആയി സ്വരാജ് മാറും. അതാണ് ഞങ്ങൾ പറയുന്നത്. താങ്കളുടെ അവസരത്തിലേക്ക് ഒരു കാര്യം മനസ്സിലാക്കി കേട്ടോ. അവസരത്തിലേക്ക് കുഞ്ഞാലിയുടെ ജീവനെടുത്ത തോക്കുമായിട്ട് ആരെങ്കിലും കരുതിയിരിപ്പുണ്ടെങ്കിൽ പുതിയ കേരളത്തിൽ നടക്കില്ല എന്ന് മനസ്സിലാക്കിക്കോണം. നിങ്ങളുടെ തോക്കൊക്കെ കയ്യിലിരിക്കുള്ളൂ. അതൊന്നും ഇവിടെ ഇറക്കണ്ട. ആ തോക്കിനെ മറികടന്ന ഒരു രാഷ്ട്രീയം ഇവിടെ ഉണ്ട്. അത് കയ്യിരുന്നാ മതി. ആ തോക്ക് കയ്യിരുന്നാ മതി. ആ തോക്ക് ഇവിടെ ചെലവാവൂല. അത് മനസ്സിലാക്കൂ. ആര്യാടന്റെ കയ്യിലായിരുന്നു തോക്ക്. ആ തോക്ക് ഇവിടെ വേണ്ട. ചോദ്യത്തിലേക്ക് ചോദിക്കൂ. 2016 കിഫ്ബി ആദ്യമായിട്ട് LDF വികസനം നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ UDFന്റെ പ്രതിപക്ഷ നേതാവ് അന്ന് കിഫ്ബിയെ കുറിച്ച് പറഞ്ഞത് ഇത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നാണ്. എന്നാൽ ആ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം ഇന്ന് ഈ റോഡുകളായിട്ടും സ്കൂളുകളിലെ ഫണ്ടുകളായിട്ടും ഞങ്ങളുടെ PHSയിലും ഹോസ്പിറ്റലിലുമെല്ലാം ഇന്നിവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ UDF ഈ കിഫ്ബി എന്ന പദ്ധതിയെക്കുറിച്ച് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കുമോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2026 തെരഞ്ഞെടുപ്പിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അഥവാ UDF ജയിച്ചു കഴിഞ്ഞാൽ കിഫ്ബിയെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല. കിഫ്ബി എന്ന പദ്ധതി നിങ്ങൾ അംഗീകരിക്കുന്നില്ല. ബജറ്റിന് പുറത്ത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി എന്ത് പദ്ധതിയാണ് UDF കരുതി വെച്ചിട്ടുള്ളത്? കേരളത്തിൻ്റെ നിങ്ങൾ ഈ പറഞ്ഞ റോഡുകളും ഈ പറഞ്ഞ നിലമ്പൂരിൽ നിന്നാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ഈ പറഞ്ഞ ഇത്രയും വർഷക്കാലം ആര്യാടൻ മുഹമ്മദും ഇപ്പം നിങ്ങൾ തന്നെ കുപ്പിയിൽ നിന്ന് പുറത്തിറക്കി വിട്ട ഭൂതമൊക്കെ കൈകാര്യം ചെയ്ത കഴിഞ്ഞ 9 വർഷക്കാലമൊക്കെ
ഈ മണ്ഡലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ അതിലെന്തായാലും CPM സംബന്ധിച്ചൊരു അവകാശവാദം ഇല്ലല്ലോ. ഇങ്ങനെ കിഫ്ബിയുടെ കഥ പറഞ്ഞു. പ്രതിപക്ഷ നേതാവും അന്നത്തെ നേതാക്കന്മാരും കിഫ്ബിയുടെ അപകടത്തെക്കുറിച്ചും കിഫ്ബിയുടെ റോഡുമായി ബന്ധപ്പെട്ടും മറ്റ് പ്രവർത്തനങ്ങളും ഏത് രീതിയിൽ ഫണ്ട് സമാഹരിക്കുമെന്നും അതെങ്ങനെ പ്രയാസത്തിലാഴ്ത്തുമെന്നും വളരെ കൃത്യമായി ആധികാരികമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ നിയമസഭയിൽ ഉൾപ്പെടെ നിരവധി തവണ ചർച്ചയായിട്ടുണ്ട്. ഇന്നും ഞാനും നിങ്ങളും എല്ലാം കോടിക്കണക്കിന് രൂപ കടബാധ്യതയിൽ നിൽക്കുന്നത്, സർക്കാർ ഈ പറഞ്ഞ ലക്ഷങ്ങളും കോടികളും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടമായി സ്വീകരിക്കുക. ഇന്നും കേന്ദ്രത്തോട് എന്താ പറയുന്നത്? കുറച്ചും കൂടെ കടം വാങ്ങാൻ അനുമതി ഞങ്ങൾക്ക് താ, കുറച്ച് പൈസ വേണം. എന്തിന്? ഈ പറഞ്ഞ പലിശ അടച്ചു തീർക്കാൻ. നിങ്ങൾ ഈ പറഞ്ഞ കേരളത്തിലെ ആകെ കടക്കണിയിലേക്ക് അഴുത്തുന്ന ഒരു ജനക്ഷേമ പദ്ധതികളും നടപ്പിലാക്കാൻ കഴിയാത്ത, പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത, ഒരു ഉളുപ്പുമില്ലാതെ, ഞാൻ പറഞ്ഞുതരാം, ഞങ്ങൾ താങ്കൾ ചോദ്യം മറുപടിയിലൊക്കെ വരുന്നത് മറുപടി വേണ്ടേ? പിന്നെ താങ്കൾ പറഞ്ഞു 2026 UDF അധികാരത്തിൽ വന്നാൽ ഈ പറഞ്ഞതുപോലെ എന്തൊക്കെ പദ്ധതികൾ നടപ്പിലാക്കുമെന്നാണ് ചോദിച്ചത്. വളരെ കൃത്യമായി ഞങ്ങളെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട്. ഈ കേരളത്തിൽ കാണുന്ന ഓരോ പദ്ധതിയും അതിന് തുടക്കം കുറിച്ചത് ഇന്ന് കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാണുന്ന ഓരോ ജനകീയ പദ്ധതികളുടെയും ഒരേ ഒരു അവകാശം UDF ആണെങ്കിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഒരു തർക്കവും നിങ്ങൾ വേണ്ട. ഒരു പദ്ധതി നിങ്ങൾ പറ. 9 വർഷമായി നിങ്ങൾ ഭരിക്കുന്നു. 9 വർഷം വിടുമോ? 9 വർഷം കിഫ്ബി പോലൊരു പദ്ധതിയെ പിരിച്ചുവിടുമോ? പറഞ്ഞുതരാം. കിഫ്ബി പിരിച്ചുവിടുമോ? സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യത്തിന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഉത്തരം തന്നെ പറയാം. കിഫ്ബി എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ആക്ഷേപം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് പിരിച്ചുവിടേണ്ടി വന്ന പിരിച്ചുവിടും. ലൈഫ് മിഷൻ പിരിച്ചുവിടുമോ? ലൈഫ് മിഷനും കിഫ്ബിയും എല്ലാം നിങ്ങൾ എങ്ങോട്ടാണ് ഇതിന്റെ ഉന്നം? ഞങ്ങൾക്ക് നല്ല നിങ്ങളോട് ചോദിച്ചാണ്. എനിക്ക് അടുത്ത ആളിലേക്ക് പോകണം. താങ്കളുടെ ചോദ്യമാണ്. ഈ പറഞ്ഞ കിഫ്ബി പിരിച്ചുവിടുവോ, ലൈഫ് മിഷൻ പിരിച്ചുവിടുവോ എന്നല്ല. എന്തായാലും ഞങ്ങളൊരു പറയുന്നത് കേൾക്കൂ. ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ എട്ടുകാലി മമ്മൂഞ്ഞാവാൻ വേണ്ടി കിഫ്ബിയെ മാറ്റിയിട്ട് വേറെ പേരില്ല. അതിന് നല്ല വശങ്ങൾ നേരിട്ടുള്ള ചോദ്യത്തിന് ഷമാസ് എന്തുകൊണ്ട് കിഫ്ബി പിരിച്ചുവിടുമോ, ലൈഫ് മിഷൻ പിരിച്ചുവിടുമോ? ഞാൻ പറയുന്നത് കേൾക്കൂ. ഉത്തരമില്ലല്ലോ. എന്തിനാ ഉത്തരമില്ലാത്ത? താങ്കൾ 2 ചോദ്യം ചോദിച്ചു. ഞാൻ ഈ പറഞ്ഞ പോലെ നാളെ നിങ്ങൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാക്കുന്നു വെച്ചാൽ നിങ്ങൾ മറുപടി അറിയോ? നിങ്ങൾ വിമർശിക്കുന്ന 2 മിഷൻ നിങ്ങൾ അതുമായി സഹകരിക്കാതെ പിരിച്ചുവിടുന്നാണോ? സാക്ഷാൽ പിണറായി വിജയൻ അടുത്തവണ നിങ്ങൾ കാലഘട്ടത്തിന് കിട്ടിപ്പോയാൽ മുഖ്യമന്ത്രിയാക്കും. പിണറായി വിജയൻ കേരളത്തിലെ 3ാം ഇടതുപക്ഷ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായിരിക്കും എന്ന ഒരു സംശയം. വികസനത്തെ സംബന്ധിച്ച UDFന്റെ കാഴ്ചപ്പാട് ഇവിടെ വെച്ചു. നിങ്ങളോടുള്ള വിമർശനവും അവതരിപ്പിച്ചു. മറുപടി എന്താണ്? നിങ്ങൾ തുടങ്ങിയിട്ട് പൂർത്തീകരിച്ച ഒരു പദ്ധതിയുടെ പേര് ഒരെണ്ണം പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല കേരളത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജല മെട്രോ കേരളത്തിലാണ്. 3ാമത് ഒരു സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് K-ഫോൺ എന്ന പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് കേരളത്തിലാണ്. ഇവിടെ കൂടിയിട്ടുള്ള ആളുകളോട് ചോദിക്കും. ഇവിടെ കൂടിയിട്ടുള്ള ആളുകളോട് ചോദിക്കും എത്ര ആളുകളുടെ വീട്ടിൽ ഇവിടെ കൈയൊന്നിക്കും ആളുകള്. ഇവിടെ ഉണ്ടോ K-ഫോൺ? ഈ പ്രദേശത്തുണ്ട്. എന്റെ വീട്ടിൽ ഉൾപ്പെടെ ഉണ്ട് K-ഫോണ്. ഇവിടെ ആളുകളോട് കൈയൊന്നിക്കാൻ പറയും. ഈ പറഞ്ഞ എന്റെ വീട്ടിലുണ്ട്. താങ്കൾ എവിടുന്നാ വരുന്നത്? ഇവിടെ ചോദിക്കും. 1500 രൂപ നാലാമത്തെ കാര്യം ഞാൻ പറയാം. ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള ഓപ്പൺ സർവകലാശാല, ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലുള്ള ഓപ്പൺ സർവകലാശാല ഉമ്മൻചാണ്ടി കല്ലിട്ടതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 5ാമത്തത്, ഇവിടെ നിന്നും ഒരു 5 കിലോമീറ്റർ അങ്ങോട്ട് പോകണ്ട, മലയോര പാത എന്നൊരു സാധനമുണ്ട്. പറയാനാണെങ്കിൽ ഈ പറഞ്ഞ കാസർഗോഡ് മുതൽ കണ്ണൂർ എയർപോർട്ടും ഈ പറഞ്ഞ കൊച്ചി മെട്രോയും. ഞാൻ ഒരു കാര്യം പറയുന്നു. ഈ നാട്ടില് ഇവിടുന്ന് കരുളായി നിങ്ങോട്ട് പൂക്കോട്ടുപാടത്തേക്ക് വരുമ്പോഴുള്ള റോഡ് ഇന്ന് കാണുന്ന റോഡായിട്ട് എത്ര കൊല്ലമായി എന്ന് നിങ്ങൾ ഒരാൾ പറയൂ.
ഈ റോഡ് എത്ര കൊല്ലമായെന്ന് നിങ്ങളൊരാൾ പറയൂ. ഈ മലയോര പാത കൊണ്ടുവന്ന LDF അല്ലേ? അടുത്തതിലേക്ക് അടുത്തത് വികസനത്തെ വികസനം സംബന്ധിച്ച് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്കൂൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ? ആശുപത്രി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അടച്ചുപൂട്ടിപ്പോയ നിലയിലാണോ തേൾപ്പാറ ആശുപത്രി എന്ന് ഈ നാട്ടിലെ ആളുകളുടെ മുമ്പിൽ ഞാൻ വിളിച്ച് ചോദിക്കുക. നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം, സ്കൂളിലേക്ക് പോകാം. ഇപ്പൊ ഇവിടെ ഒരു കോളേജിന്റെ കാര്യം പറഞ്ഞു. ഈ കോളേജിൽ നിന്ന് കിബിയിൽ നിന്നും 22 കോടി അനുവദിച്ചു. എന്ന് പറഞ്ഞാൽ കോളേജ് വേണ്ട. കോളേജ് വേണ്ട. 9 കൊല്ലം ഇവിടെ ഭരിച്ചില്ലേ? കോളേജ് ഉണ്ടല്ലോ. അതിന്റെ മുന്നേ വന്ന ബൈപ്പാസ് അവിടെ കൊടുന്നു വെച്ചിട്ടുണ്ട്. ആ ബൈപ്പാസിന്റെ ബാക്കി പണി എവിടെ? ഞാനേ എവിടെ കോളേജ്? എവിടെ? കോളേജിന് സ്ഥലം കിട്ടി. ഒരു കാര്യം, നിലമ്പൂർ ബൈപ്പാസ് ആണെങ്കിൽ കോളേജിന് സ്ഥലം ഏറ്റെടുത്ത് ആ കോളേജ് ഇതുവരെ അതെവിടെ? ശരി, 2 കാര്യങ്ങൾ. ഒന്ന്, നവകേരള സദസ് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ. പറയട്ടെ, പറഞ്ഞോളൂ അനിൽകുമാർ. സുഹൃത്തെ, ചോദ്യം ചോദിച്ചു. നിങ്ങൾ ചോദ്യം അല്ല, അതിനുള്ള അവസരം കൊടുക്ക്. അതിനു മുമ്പേ തടസ്സപ്പെടുത്താതെ അങ്ങനെ കൂവല് കേട്ട് പോകാൻ വേണ്ടിയല്ല ഞങ്ങളിവിടെ വന്നത്. കൂവുന്നവരോടാ പറയണത്. അല്ലല്ല, കൂവുന്നവരോടാ പറയണത്. അത് കൂവുന്നവരോടാ പറയുന്നത്. അല്ലല്ല സുഹൃത്തുക്കളെ, കൂവുന്നവരോടാ പറയുന്നത്. ഒരു പരിധി വരെയാകാം. കൂവുന്നവരോടാണ് പറയുന്നത്. ആ രീതി പോയാൽ മോശമാകും. കൂവുന്നവരോട് പറയുകയാണ്, കൂവല് നടത്തുന്നത് നിങ്ങളുടെ ധൈര്യം കൊണ്ടല്ലെന്ന് മനസ്സിലാക്കണം. ഉത്തരത്തിലേക്ക് വരൂ, വിശദീകരണത്തിലേക്ക് വരൂ. ധൈര്യം കൊണ്ടല്ല. നവകേരള സദസ്സിന് 1000 കോടി രൂപയാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മന്ത്രിസഭാ യോഗം അനുവദിച്ചത്. 1000 കോടി രൂപ നവകേരള സദസ്സിൽ ഉയർന്നു. ഞാൻ പറയട്ടെ, കേൾക്കൂ. എന്റെ പറയാനുള്ളത് നിങ്ങളോടാ പറയുന്നത്. ഞാൻ മാധ്യമങ്ങളോട് പറയുന്നത് കേരളത്തോടാണ് പറയുന്നത്. നവകേരള സദസ്സിൽ 929 കോടി രൂപയുടെ മന്ത്രിസഭാ അനുവാദം വിവിധ പദ്ധതികൾക്ക് വന്നിരിക്കുന്നു. നവകേരള സദസ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തലകുനിക്കുകയല്ല. രണ്ടാമത്തത്, നവകേരള സദസ്സിന്റെ നിലമ്പൂരിലെ സമ്മേളന വേദിയിൽ അന്നിവിടെ ഉണ്ടായിരുന്നൊരു MLA പറഞ്ഞ കാര്യമുണ്ട്. ഈ മണ്ഡലത്തിൽ 2200 കോടിയിലേറെ രൂപയുടെ വികസനം കൊണ്ടുവന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് വന്നിരിക്കുന്നത്. ആ കാര്യം പറയട്ടെ, ആ കാര്യം ഇവിടെ വന്നു കാണാം. പറയൂ, ഈ മണ്ഡലത്തിൽ ഏത് റോഡാണ് നന്നാക്കാൻ ബാക്കി? കോലാഹലം ഉണ്ടാക്കുന്നത് ഈ റോഡ് കാണാത്തവരല്ല, റോഡുള്ളത് കൊണ്ടാണ്. ചോദ്യം ആരോടാണ്? അനിൽകുമാറിനോട്. ചോദിച്ചോളൂ. ആരോടാണ് ചോദ്യം? അല്ല, ഇവിടെ നമ്മുടെ LDFന്റെ ആളുകളോട് പറയാണ്, ചിലര് മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട്. ബൈപ്പാസ് കോളേജും പ്രകോപനത്തിന്റെ അജണ്ടകളുമായി വന്നവരുടെ കെണിയിൽ വീഴണ്ട. വേണ്ട, ആ പരിപാടി വേണ്ട. അങ്ങനെ വേണ്ട. ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ തൊട്ടപ്പുറത്ത് രാധേനെ കൊണ്ടായി കുഴിച്ചിട്ട് കൊള്ളണ്ടല്ലോ. നിങ്ങൾ അധികം പഠിപ്പിക്കണ്ട. ഒരു 500 മീറ്റർ നടന്നാൽ മതിയല്ലോ. രാധേനെ കൊണ്ടിട്ട് ചാക്കിലാക്കിയിട്ട് വണ്ടിയിൽ കൊണ്ടുപോയി ഒരാളാണ് വന്ന് തള്ളാൻ നിൽക്കരുത്. താമസിക്കുന്ന സംസു ആരായിരുന്നു? ഇവിടെ എന്തായിരുന്നു? ബൈപ്പാസ് അടക്കം നിലമ്പൂരിന്റെ വികസനം. അടുത്തത് ബൈപ്പാസിനൊരു പേരുണ്ട്. കുഞ്ഞാലി ബൈപ്പാസ് ആയിരിക്കും. അത് ഉദ്ഘാടനം ചെയ്യുന്ന ആൾ പിണറായി വിജയനായിരിക്കും. അധ്യക്ഷൻ M സ്വരാജ് ആയിരിക്കും. അതിന് 249 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ പണം അനുവദിച്ച കിബിയിൽ നിന്ന് പണം അനുവദിച്ച ഒരു പദ്ധതി നടപ്പാക്കാൻ ബാക്കിയില്ല. പിണറായി വിജയൻ ഒരു വാക്ക് പറഞ്ഞാൽ നടപ്പാകാത്തൊരു കാര്യവും ഈ നാട്ടിലില്ല. 2500 രൂപ പെൻഷൻ ആക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് നടപ്പാകും കേരളത്തിൽ. ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ആ ബൈപ്പാസ് ഞങ്ങൾ ആര്യാടൻ ബൈപ്പാസ് ഇടും. ഇതുവരെ 9 കൊല്ലമായിട്ട് നിങ്ങൾ കുഞ്ഞാലി സഭ ചെയ്തിട്ടില്ലല്ലോ. അതിന്റെ മറുപടി കഴിയട്ടെ. ആര്യാടൻ മുഹമ്മദിന്റെ വീട്ടുവാതുക്കല്
അദ്ദേഹത്തിൻ്റെ തറവാടിൻ്റെ വാതിക്കലെ റോഡിൻ്റെ വീതിയും അവിടുന്ന് തൊട്ടിങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ വാതിക്കലത്തെ തറവാടിൻ്റെ വീതിയും ഉണ്ടായാൽ ആ വീതിയുടെ വ്യത്യാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൻ്റെ വ്യത്യാസമാണ്. അതുകൊണ്ട് ആര്യാടൻ്റെ വഴിയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ചന്തക്കുന്നിലെ ആര്യാടൻ്റെ വഴിയും ഞങ്ങളുണ്ടാക്കിയ ഇപ്പുറത്തെ റോഡരികിലെ നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലെ നിലമ്പൂർ റോഡും കാണുമ്പോൾ രാജപാത ഉണ്ടാക്കിയത് LDF പിണറായിയുമാണ്. ഈ നിലമ്പൂരിൽ അതുണ്ടാക്കിയ ഞങ്ങൾക്ക് നിലമ്പൂരിന്റെ നഗരമധ്യത്തിലെ രാജപാത ഉണ്ടാക്കി ഞങ്ങൾക്ക് ബൈപ്പാസ് ഉണ്ടാക്കാൻ അറിയാം. നിങ്ങളുടെ ചീട്ട് വേണ്ട. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ വിഷയങ്ങൾ UDF-നെ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? ക്ഷേമ പെൻഷനെ അവഹേളിച്ച KC വേണുഗോപാൽ അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളെ പ്രതിരോധത്തിലാക്കിയ വിഷയമാണോ? രാഷ്ട്രീയമായ ചോദ്യമാണ്. നിങ്ങൾ കോളേജിനെ കുറിച്ച് ചോദിച്ചു, അദ്ദേഹം മിണ്ടില്ല. റോഡിനെ കുറിച്ച് ചോദിച്ചു, അദ്ദേഹം കോളേജിനെ കുറിച്ച് ചോദിച്ചപ്പോൾ 22 കോടിയുടെ കണക്ക് പറയാം. ഈ പറഞ്ഞ 9 വർഷമായിട്ട് എന്തെങ്കിലും ആ കോളേജിന്റെ വാടക കെട്ടിടത്തിന്റെ വാടക പോലും കൊടുക്കും. 22 കോടിയുടെ കണക്കാ പറഞ്ഞല്ലോ, വാടക പോലും കൊടുക്കണ്ടെന്ന് അറിയില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ വികസനം തന്നെ ചർച്ച ചെയ്യണം, ഒരു സംശയം വേണ്ട. ഈ പറഞ്ഞ രാഷ്ട്രീയ വിഷയവും വികസനവും ഒക്കെ എണ്ണി ചർച്ച ചെയ്യാൻ. ഈ പറഞ്ഞല്ലോ ബൈപ്പാസിന്റെ കാര്യം, 2016 UDF ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ തുടക്കം കുറിച്ച് ആ പദ്ധതി ഈ പറഞ്ഞ കല്ലിട്ടു. ശരി, കല്ലെങ്കിലിട്ടല്ലോ, പറയുന്നേക്കണോ? കല്ലിട്ടിട്ട് 9 കൊല്ലം കഴിഞ്ഞു. എന്ത് നേരത്തെ പറഞ്ഞ കിഫ്ബി 9 കൊല്ലം എന്നിട്ട് എന്ത് ഉണ്ടാക്കി? എന്നിട്ട് ഇപ്പൊ പറയാണ് ഇതാ ഞങ്ങൾ പിണറായിന്റെ പേരിൽ ഇട്ടിട്ട് പോകുന്നു. അതുകൊണ്ട് ഒരു സംശയവും ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആധികാരികമായി ശ്രീ ആര്യാടൻ മുഹമ്മദ് നിലമ്പൂർ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള പദ്ധതികൾ ഓരോന്ന് എണ്ണി പറയാനുണ്ട്. അത് ഈ പറഞ്ഞ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ആയാലും RT ഓഫീസ് ആയാലും ജനങ്ങൾക്ക് ആവശ്യമുള്ള സിവിൽ സ്റ്റേഷൻ ആയാലും മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവൻ എണ്ണി ഓരോന്ന് ഇവിടുത്തെ മുഴുവൻ പഞ്ചായത്തിലും KSCB സബ്സ്റ്റേഷൻ ഉൾപ്പെടെ എന്തൊക്കെയുണ്ടോ ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഓരോ സ്ഥാപനങ്ങളും അത് മുഴുവൻ ഈ പറഞ്ഞ ആര്യാടൻ മുഹമ്മദിന്റെ സംഭാവനയാണ്, UDF-ന്റെ സംഭാവനയാണ്. അല്ലാണ്ട് ഇവിടെ ബൈപ്പാസിന് സഖാവ് കുഞ്ഞാലിയുടെ പേരിടും എന്നാണ് അനിൽകുമാർ പറഞ്ഞത്. എനിക്കൊരൊറ്റ ചോദ്യമുള്ളൂ. 1967 സഖാവ് കുഞ്ഞാലി ഈ ചുള്ളിയോടിൽ വെടിയേറ്റ് മരിച്ചിട്ട് അതിനുശേഷം അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ CPM-ന്റെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയോട് വിജയിച്ചിട്ടുണ്ടോ? സഖാവ് കുഞ്ഞാലി മരിച്ചതിന് ശേഷം സഖാവ് കുഞ്ഞാലി മരിച്ചതിന് ശേഷം MP ഗംഗാധരനാണ് ഇവിടെ ജയിച്ചത്. അന്ന് CP അബൂബക്കർ സാഹിബ് പരാജയപ്പെട്ടു. അതിനുശേഷം 77 ആര്യാടൻ ജയിച്ചു. 80 ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ C ഹരിദാസ് ജയിച്ചു. അതിനുശേഷം ആര്യാടൻ ബൈ ഇലക്ഷനിൽ ജയിച്ചു. അതിനുശേഷം TK ഹംസ ജയിച്ചു. ഇങ്ങനെ കോൺഗ്രസിന് താക്കിട്ട് വിളിച്ച സ്ഥാനാർത്ഥികൾ വിജയിപ്പിച്ചു എന്നല്ലാതെ അരിവാൾ ചുറ്റിയ ജയിക്കാത്തത് കൊണ്ട് ഈ സഖാവ് കുഞ്ഞാലിയുടെ പേര് ബൈപ്പാസിനിടുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരു സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കണമെന്ന് അങ്ങയുടെ ആഗ്രഹം ഇത്തവണ സ്വരാജിലൂടെ നടപ്പാകും. അത് വാക്ക് തരികയാണ്. ആ ആഗ്രഹം ഇത്തവണ നടപ്പാകും. 2 പഴയ നിലമ്പൂരല്ല പുതിയ നിലമ്പൂർ. പുതിയ നിലമ്പൂർ. ഈ നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദിന്റെ കുത്തക ഉണ്ടായിരുന്ന ആ മണ്ഡലത്തെ ഇന്നത്തെ ഘടന മാറ്റിയ 2 പഞ്ചായത്ത് അങ്ങ് പോയി. പഴയ നിലമ്പൂരല്ല പുതിയ നിലമ്പൂരെന്നും പഴയ സ്ഥാനാർത്ഥികളല്ല ഇന്ന് മത്സരിക്കുന്നത് സഖാവ് സ്വരാജാണ് മനസ്സിലാക്കണം. ശരി, കുമാർ സാറിനോടാണ് ചുരുക്കിയത്. നമ്മുടെ മലയോര ഹൈവേയെ കുറിച്ച് പറഞ്ഞു. ഈ നിലമ്പൂരിന് എന്താണ് ആ മലയോര ഹൈവേ കൊണ്ടുള്ള ഉപയോഗം കിട്ടിയത്? ഇവിടെ അല്ല സാധാ ഈ റോഡ് നന്നാക്കി എന്നല്ലാതെ ഇതിന്റെ കണക്ടിവിറ്റി മലയോര പാതയുടെ കാര്യത്തില് അമരമ്പലം പഞ്ചായത്തിൽ ഉണ്ടായ അത്രയും വീതിയിലുള്ള നിർമ്മാണം അപ്പുറം നടന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. ശരി, ആ പരാതിക്ക് കാര്യം ഞാൻ പറയാം. മലയോര പാതയ്ക്ക് സ്ഥലം സ്വമേധയാ വിട്ടു നൽകിയതാണ്. ആ വിട്ടു നൽകിയ സ്ഥലത്താണ് വീതി കൂടിയ പാത സർക്കാർ ഉണ്ടാക്കുന്നത്. അമരമ്പലം പഞ്ചായത്തിന്റെ ഭരണസമിതി കൃത്യമായി സ്ഥലം വാങ്ങിക്കൊടുത്തു. UDF-ന്റെ ഭരണസമിതികൾ മലയോര പാതയെ അട്ടിമറിക്കുന്നു. UDF-ന്റെ പഞ്ചായത്തുകൾ മലയോര പാതയെ അട്ടിമറിക്കുന്നു. അനിൽകുമാറിനോടും ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ വികസനം അടക്കം ചർച്ച ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയം, ഞാൻ നേരത്തെ ക്ഷേമ പെൻഷന്റെ കാര്യത്തിലെ കാര്യം പറഞ്ഞു. കൈക്കൂലിക്കാർ എന്ന് ആക്ഷേപിച്ചത് ഇപ്പോഴും ഗൗരവമായ ചർച്ചയായി നിൽക്കുന്നു. രാഷ്ട്രീയ സാഹചര്യങ്ങൾ, പല വിഷയങ്ങൾ ഈ പ്രചരണ കാലത്ത് UDF-ന് വിനയായി മാറിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഈ പറഞ്ഞതുപോലെ
ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇവരിപ്പോൾ ആദ്യം കുറേ 18 മാസക്കാലം UDF ഗവൺമെൻറ് ഉമ്മൻചാണ്ടി പെൻഷൻ കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞ പിന്നില്ലാതെ ആരാ പറഞ്ഞത്? ഞങ്ങളല്ല. ഒച്ചയെടുക്കണ്ട, വളരെ കൃത്യമായി പറഞ്ഞുതരാം. ഈ പറഞ്ഞ നിങ്ങളുടെ സ്ഥാനാർത്ഥി M സ്വരാജ് കഴിഞ്ഞ തവണ എറണാകുളത്ത് തൃപ്പൂണിത്തറയിൽ MLA ആയിരുന്നല്ലോ. ആ MLA എറണാകുളത്ത് സ്ഥിരതാമസക്കാരനായിരുന്ന തൃപ്പൂണിത്തറയിലെ മുൻ MLA M സ്വരാജ് കേരളത്തിന്റെ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി ഉണ്ട്. നിയമസഭാ രേഖയിൽ തന്നെ പറയുന്നു, കേവലം 3 മാസത്തെ അവസാനത്തെ 3 മാസത്തെ കുടിശ്ശികയല്ലാതെ ഈ പറഞ്ഞ 18ഉം 15ഉം ഒന്നും ഇല്ലെന്ന് എണ്ണി പറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ നിയമസഭയിൽ തന്നെ. ഞാൻ പറഞ്ഞുതരാം. സുനിൽകുമാർ, ഞാൻ പറഞ്ഞുതരാം. സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യം പറഞ്ഞു. ഇവരിപ്പോ വലിയ വിപ്ലവം പ്രസംഗിക്കുന്നുണ്ടല്ലോ, വലിയ സഹതാപം പറയുന്നുണ്ടല്ലോ. ഈ നാട്ടിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പാവപ്പെട്ടവർക്ക് കിട്ടുന്ന അവർക്ക് ഏതെങ്കിലും CPM-ന്റെയോ LDF-ന്റെയോ ഔദാര്യമല്ല, അവകാശമായ പെൻഷൻ. അല്ല, UDF കാലത്ത് അവകാശമല്ലേ കൊടുക്കാതിരുന്നത്? ആ അവകാശമായ പെൻഷൻ പറയട്ടെ, പൂർത്തിയാക്കട്ടെ. ആ അവകാശമായ പെൻഷൻ അത് കൊടുക്കുമ്പോ അത് മുന്നോട്ട് വെച്ചത് ആ അവകാശത്തെ കൈക്കൂലി എന്ന് പരാമർശിച്ചത് അപ്പൊ തെറ്റല്ലേ? ആ അവകാശത്തെ പാവപ്പെട്ട മനുഷ്യരെ, സാധാരണക്കാരെ, പ്രായമായവരെ കൈക്കൂലിക്കാരെന്ന് വിളിച്ചത് ശരിയായോ? എന്നെ ഒന്ന് പറയാൻ ചോദിച്ചതാണ്. ഈ ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കാലത്തെ വിഷയമേ ഞാൻ നിങ്ങളോട് ചോദിച്ചുള്ളൂ. കാരണം തെരഞ്ഞെടുപ്പിന് മാത്രമല്ല, ഇവർ ഈ പറഞ്ഞ അടിച്ചു വെച്ച ഫ്ലക്സിൽ മുഴുവൻ പാവപ്പെട്ടവൻ ഈ പറഞ്ഞ പൈസ വാങ്ങി വെച്ച പരാമർശം നിങ്ങൾക്ക് എങ്ങനെ ആവർത്തിക്കുമോ? അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. ഈ പറഞ്ഞ സാമൂഹ്യക്ഷേമ പെൻഷൻ അത് കൊണ്ടുവന്നതാരാ? ആർ ശങ്കർ കോൺഗ്രസോടോ? സാമൂഹ്യക്ഷേമ പെൻഷൻ 300 രൂപ ഉണ്ടായിരുന്നത് 400 ആക്കിയത്, 400 ഉണ്ടായിരുന്നത് 500 ആക്കിയത്, 500 600 ആക്കിയത്. ഇനി അനിൽകുമാറിന്റെ മറുപടി 1960-ലെ ആർ ശങ്കറിന്റെ പേര് പറഞ്ഞു. അല്ല, 1960-ലെ ആർ ശങ്കറാണ് പെൻഷൻ കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അതിനുശേഷം ആ പെൻഷൻ വർദ്ധിപ്പിച്ച ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ പേര് പറയാവൂ? അല്ല, CPM മുഖ്യമന്ത്രി വന്നിട്ട് എത്രയാ വർദ്ധിപ്പിച്ചു അത് പറയുന്നത്? ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. ആ ചോദ്യത്തിന് ഉത്തരം തന്നെ. 1960-ൽ ആർ ശങ്കർ പെൻഷൻ കൊണ്ടെന്ന് പറഞ്ഞു. അത് വർദ്ധിപ്പിച്ചു കൊടുത്ത ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ പേര് കരുണാകരൻ എന്നാണോ ആന്റണി എന്നാണോ എന്നാണ് എൻ്റെ ചോദ്യം. പറഞ്ഞുതരാം. വളരെ കൃത്യമായി ആർ ശങ്കർ കൊണ്ടുവന്നതിന് ശേഷം 300 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ് വർദ്ധിപ്പിച്ചത്. ശരിയാണ്. അല്ല, അതിനിടയിൽ ഈ പറഞ്ഞ CPM-മാരില്ലേ, അതിനിടെ 300 രൂപ രണ്ടാമത്തെ കാര്യം അല്ലല്ല പറയട്ടെ. പെൻഷന്റെ കാര്യത്തിൽ തർക്കിക്കണ്ട. ഖജനാവിൽ നിന്ന് പണം പോകുന്നതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 5 കൊല്ലക്കാലത്ത് ഖജനാവിൽ നിന്ന് എത്ര കോടി പോയി? പിണറായി സർക്കാരിന്റെ 9 കൊല്ലക്കാലത്ത് എത്ര കോടി പോയി? നിങ്ങളെ കണക്കൊന്ന് പറ. എത്ര കോടി നിങ്ങളുടെ കാലത്ത് ചെലവായി? ഞങ്ങളുടെ കാലത്ത് എത്ര ചെലവായി? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞ കേരളത്തെ കടക്കണിയിലാക്കി എന്ന് പറയുമ്പോൾ ആ കടക്കണിയിലായ കടത്തിലെ 70,000 കോടി രൂപ ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് പെൻഷൻ കൊടുത്തതിൻ്റെ കൂടിയാണ്. ഞങ്ങൾ കൊടുക്കുന്ന പെൻഷൻ 62 ലക്ഷം കുടുംബങ്ങൾക്ക്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത്, അവസാനം അദ്ദേഹത്തിൻ്റെ കാലത്ത് കൊടുക്കുന്ന പെൻഷൻ 28 ലക്ഷം കുടുംബങ്ങൾക്ക് മാത്രം. ആ 32 പറയട്ടെ. നിങ്ങളുടെ 32 പിണറായി വിജയൻ്റെ 62ആയി. നിങ്ങളുടെ 32 പിണറായി വിജയൻ്റെ കാലത്ത് 600-ൽ നിന്നും 1600ആയി. അപ്പോൾ 600-ൽ നിന്നും 1600-ലാക്കിയ ഞങ്ങളെയാണോ, 32-ൽ നിന്നും 62-ലാക്കിയ ഞങ്ങളെയാണോ പെൻഷന്റെ കാര്യത്തിൽ ജനങ്ങൾ സ്വീകരിക്കുകയെന്ന് നിലമ്പൂരിലെ 44,000 പെൻഷൻ വാങ്ങുന്ന മനുഷ്യർ തീരുമാനിക്കട്ടെ. ഈ പഞ്ചായത്തിൽ 1089 വീടുകളിൽ ലൈഫ് വീടുകൾ, 1089 വീടുകളിൽ ലൈഫ് വീടുകൾക്ക് 4 ലക്ഷം കൊടുത്തപ്പോൾ കേരളത്തിന് കടം വന്നു. ആ കടം വന്നത് മനുഷ്യന് വീടൊരുക്കിയത് കൊണ്ടാണ് എന്ന്
ആ കടം വന്നത് കേരളം വികസിപ്പിച്ചത് കൊണ്ടാണ് എന്ന് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു. അത് തുടരും, അത് തുടരും, അത് തുടരും. വെല്ലുവിളി, എന്റെ ചോദ്യം ലാസ്റ്റ്. വെല്ലുവിളികൾ നിങ്ങൾക്ക് അതിജീവിക്കാൻ നിലമ്പൂരിൽ കഴിയുമോ? ഇപ്പോൾ വി പ്രകാശിന്റെ വീട്ടിലേക്ക് പോലും നിങ്ങളുടെ സ്ഥാനാർത്ഥി ഈ നേരം വരെ പോയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട വാർത്തയാണ്. നേതാക്കളോട് ചോദിച്ചാൽ വാർത്താ സമ്മേളനങ്ങളിൽ മറുപടി പറയാൻ കുഴയുന്നു. വിജയ സാധ്യതയ്ക്ക് അപ്പുറം വെല്ലുവിളികളാണോ നിങ്ങൾ നിലമ്പൂരിൽ നേരിടുന്നത്? അവസാനമായി കൺക്ലൂഡിംഗ് ക്വസ്റ്റ്യനിലേക്ക്, താങ്കളുടെ കൺക്ലൂഡിംഗ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ വരാം. അതിനു മുമ്പ് ശ്രീ അനിൽകുമാർ പറഞ്ഞ 2 കാര്യത്തിന് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല. 5 വർഷം കൊണ്ട് ഈ പറഞ്ഞ ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 32 ലക്ഷം പേർക്കാണ് അവസാനം പെൻഷൻ കൊടുത്തതെന്ന് പറഞ്ഞു. 9 വർഷം കൊണ്ട് ഇവർ ഈ പറഞ്ഞ എത്രയാണ്? 62 അദ്ദേഹം പറഞ്ഞ കണക്ക്, 62 ലക്ഷം പേർക്ക്. ഞങ്ങൾ തുടങ്ങുമ്പോൾ, ഉമ്മൻചാണ്ടി തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന 16 ലക്ഷം എന്നുള്ളത് 32 ആയിട്ടുണ്ട് എങ്കിൽ 5 വർഷം കൊണ്ടാണ്. ഉമ്മൻചാണ്ടി തുടങ്ങുമ്പോൾ 16 ലക്ഷം പേർക്ക് കൊടുത്ത പെൻഷൻ 32 ലക്ഷം പേർക്ക് 5 വർഷം കൊണ്ടാണ് കൊടുത്തത്. നേരെ ഇരട്ടി എന്ന് കണക്കൂട്ടി. ഈ പറഞ്ഞ LDFന്റെ സഖാക്കളെ ദയവായി സഹായിക്കുക. LDFന്റെ സഖാക്കളെ ദയവായി 32 ലക്ഷത്തിൽ നിന്ന് 9 കൊല്ലം കൊണ്ടാണ് ഇവർ ഈ പറഞ്ഞ 62ലേക്ക് എത്തി എന്ന് പറയുന്നത്. അതിന്റെ വൈരുദ്ധ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ മുഴുവൻ ക്ഷേമ പെൻഷനും കൂട്ടിയിട്ടുള്ളതിന്റെ ഒരേ ഒരു അവകാശി UDF ഗവൺമെന്റ് ഉമ്മൻചാണ്ടിയാണ്. പിന്നെ താങ്കൾ പറഞ്ഞ കാര്യം, താങ്കൾ പറഞ്ഞത് ഈ പറഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, ഇതിന്റെയൊക്കെ കണക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് എനിക്കും നിങ്ങൾക്കും ഒക്കെ ലഭ്യമാണ്. വെബ്സൈറ്റ് എടുത്ത് നോക്കിയാ, ചെറുപ്പക്കാരാണല്ലോ. നിയമസഭയിൽ രാഷ്ട്രീയ പ്രതീക്ഷ. ഒരു കാര്യം അടിവരയിട്ട് പറയാം, ഈ പറഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ ഒരു കാര്യത്തിൽ വ്യക്തത വരും. ഇവിടെ നേരത്തെ ഉള്ള ചോദ്യത്തിന് മറുപടി തന്നെ പറഞ്ഞ പിണറായി വിജയൻ തന്നെ തുടരുന്നുള്ള ആ ചോദ്യത്തിന് തീരുമാനമായി കിട്ടും. ഒരു തർക്കവും വേണ്ട. ആര്യാടിന്റെ മണ്ണിൽ, നിലമ്പൂരിന്റെ മണ്ണിൽ ആര്യാടൻ ഷൗക്കത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറുമ്പോ 2026 UDF ഗവൺമെന്റിനുള്ള സത്യപ്രതിജ്ഞക്കുള്ള ബെല്ലായിരിക്കും. LDF പറയുന്നത്, ഈ വോട്ടർമാരോട് പറയുന്നത്, നിലമ്പൂരിലെ പിണറായിസം എന്നത് സ്വരാജ് നിയമസഭയിലേക്ക് പോകും എന്നുള്ളതാണോ? നിങ്ങളുടെ രാഷ്ട്രീയ ആത്മവിശ്വാസം എത്രമാത്രം? അവസാനമായി, ഞങ്ങൾ ഈ നാട്ടിൽ പോയി മനുഷ്യരോട് ചോദിച്ചു, നിങ്ങൾക്കിനി എന്ത് വേണം? നിങ്ങൾക്കിനി എന്ത് വേണം? നമുക്ക് സംവാദമാകാം. പാട്ടക്കരിമ്പ് വരെ റോഡ് വന്നു. പാട്ടക്കരിമ്പിൽ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ വേണം. എന്താ വേണ്ടത്? പറയാം. 5.5 ലക്ഷം പേർക്ക് വീട് വെച്ച് കൊടുത്തു. ഇനി എന്താ വേണ്ടത്? പെൻഷൻ 1600 ആക്കി 2500 ആക്കാൻ പോവാണ്. എന്താണോ ഈ നാട്ടിലെ മനുഷ്യൻ പറയുന്നത് അത് നടപ്പാക്കാൻ ശേഷിയുള്ളൊരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നും LDF എന്നും ബോധ്യമുണ്ട്. ആ ബോധ്യമാണ് ഇവിടെ LDFന് അനുകൂലമായി നിൽക്കുന്ന ഒരു ഘടകം. നിങ്ങളുടെ രാഷ്ട്രീയ ആത്മവിശ്വാസത്തെക്കുറിച്ച് ചുരുക്കം വാക്കുകളിൽ നിലമ്പൂരിന്റെ കാര്യമുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ വികസനം, രണ്ടാമത്തെ കാര്യത്തിൽ ക്ഷേമത്തിൻ്റെ കാര്യത്തിൽ ഈ പെൻഷൻ കുടിശ്ശികയായതടക്കം ഞങ്ങൾക്ക് തെറ്റുപറ്റിയതിന് കാരണം എന്താണ്? കേന്ദ്രത്തിൽ നിന്ന് കേരള സർക്കാരിനെ ചവിട്ടുന്നു, മലയാളിയെ പറയാം. ഞങ്ങൾ യുദ്ധം ചെയ്ത് വിജയിച്ചിരിക്കുന്നു. ഒരു ഔദാര്യവും, നരേന്ദ്രമോദിയുടെ ഔദാര്യമില്ലാതെ കേരളം വികസിക്കുന്നത് നമ്മൾ കാണുകയാണ്. വയനാടിനൊരു വെള്ളിരൂപ തന്നില്ല, വിഴിഞ്ഞത്തിനൊരു വെള്ളിരൂപ തന്നില്ല, കേരളത്തിന് തീവണ്ടി തരുന്നില്ല. പറയാം. കേരളത്തെ തകർക്കുകയാണ്. നരേന്ദ്രമോദിക്കെതിരെ പറയണത്. നിങ്ങൾ വിഷമിക്കരുത്. മോദിക്കെതിരെ പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്. നരേന്ദ്രമോദിക്കെതിരെ പറയുമ്പോൾ വിഷമിക്കരുത്. ലീഗിന് വിഷമം വരരുത്. നരേന്ദ്രമോദിക്കെതിരെ പറയുമ്പോൾ ലീഗുകാർ കൂവാണോ? നരേന്ദ്രമോദിക്കെതിരെ പറയുമ്പോൾ മുസ്ലിം ലീഗ് വിഷമിക്കരുത്. മോദിക്കെതിരെ യുദ്ധം ചെയ്യാൻ കേരളം തലയുയർത്തി നിൽക്കാൻ ഇടതുപക്ഷം തുടരണം. നിലമ്പൂരിന്റെ വികസനത്തിന്, കേരളത്തിന്റെ വികസനത്തിന് LDF തുടരണം. ഇരുമുന്നണികളും അത്രമേൽ ആവേശകരമായി വിഷയങ്ങളെ വോട്ടർമാർക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. അതുതന്നെയാണ് ചുള്ളിയോടും നമ്മൾ കണ്ടത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ വികസന വിഷയങ്ങൾ തന്നെയാണ് വളരെ സജീവമായി ചർച്ചയായത്. നമസ്കാരം.